കൂട്ടുകാർക്കെല്ലാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സാറ്റലൈറ്റായ GSAT-30 83 ഡിഗ്രിയിലുള്ള സി ബാൻഡ് ചാനലുകളാണ്. ഈ സാറ്റലൈറ്റിൽ പുതുതായി ചാനൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 66 ഡിഗ്രിയിൽ നിന്നും ഈ സാറ്റലൈറ്റിലേക്ക് ചാനലുകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പുതുതായി ഒരു തമിഴ് മ്യൂസിക് ചാനൽ ഈ സാറ്റലൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിതിൽ ട്രാക്ക് ചെയ്തിട്ടുള്ളത് 10 അടി അലുമിനിയം ഡിഷിൽ എക്സ്ട്രാ ക്ലാമ്പ് ചെയ്തിട്ടാണ്. 76 സെൻറ്റർ ഫോക്കസ് ചെയ്ത് ഇടത് ഭാഗത്ത് കാണിക്കുന്ന LNB ആണ് 83 ഡിഗ്രി ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 6 ഫീറ്റ് സി ബാൻഡിലോ ഇതുപോലെ എക്സ്ട്രാ ക്ലാമ്പ് ചെയ്താലോ ഒക്കെ നമുക്ക് ഈ ഞാൻ പറയുന്ന ചാനൽ ട്യൂൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിന്ന് ടൈഗറിൻ്റെ സെറ്റപ്പ് ബോക്സിലാണ് ട്യൂണിങ്ങിനായി ഉപയോഗിക്കുന്നത്. മൊത്തം എത്ര ചാനലുകൾ ഈ സാറ്റലൈറ്റിൽ നിന്നും ട്യൂണായി വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ FTA ചാനലുകൾ, ഫ്രീ ടു എയർ ചാനലുകൾ മാത്രമാണ് ട്യൂൺ ചെയ്യുന്നത്. നിലവിലുള്ള ഈ സാറ്റലൈറ്റിലെ മുഴുവൻ ചാനലുകളും ഡിലീറ്റ് ചെയ്ത് പുതുതായി FTA ചാനലുകൾ മാത്രം ട്യൂൺ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്ത്യൻ സാറ്റലൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ചാനലുകളും പേ ചാനലുകളും വരുന്ന ഒരു സാറ്റലൈറ്റാണ് GSAT-30 83 ഡിഗ്രി. ഇന്ത്യൻ DTH മേഖലയിലും കേബിൾ TV രംഗത്തുമൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു സാറ്റലൈറ്റാണത്. ഈ സാറ്റലൈറ്റിൽ KU ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും അടങ്ങിയിരിക്കുന്നു. KU ബാൻഡ് ട്രാൻസ്പോണ്ടറുകൾ ടാറ്റ സ്കൈ DTHനാണ് ഉപയോഗിക്കുന്നത്. നിലവിലിപ്പോൾ 5 മലയാളം ചാനലുകളാണ് നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്നും ലഭിക്കുന്നത്. കൂടുതൽ മലയാളം ചാനലുകളൊക്കെ ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. മലയാളം ചാനലുകളും മറ്റു സാറ്റലൈറ്റിൽ നിന്നുള്ള ചാനലുകളുമൊക്കെ ഈ സാറ്റലൈറ്റിലേക്ക് വരും ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രീ ചാനലുകളും പേ ചാനലുകളും അടക്കം 250-ലധികം ചാനലുകളാണ് ഈ സാറ്റലൈറ്റിൽ നിലവിലുള്ളത്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 199 ഫ്രീ ചാനലുകൾ ട്യൂണായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാന ചാനലായ ഈ സാറ്റലൈറ്റിലെ പ്രധാന HD ചാനൽ, മലയാളം ചാനലായ മഴവിൽ മനോരമയുടെ TP ഞാനൊന്ന് കാണിക്കാം. ക്ലാമ്പ് ചെയ്തതായാൽ പോലും എനിക്കിവിടെ 72% അത്യാവശ്യം നല്ല സിഗ്നലാണ് മഴവിൽ മനോരമയ്ക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് മഴവിൽ മനോരമ 4115 ഹോറിസോണ്ടൽ പോളാരിറ്റി, സിമ്പിൾ റേറ്റ് 8000 വരുന്നത്. ഈ സാറ്റലൈറ്റിലെ ഒരു വീക്ക് TP ആയിട്ട് നമുക്കിതിനെ കാണാം. ഇത് മഴവിൽ മനോരമ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാറ്റലൈറ്റിലെ മറ്റു ചാനലുകളും ഒക്കെ ട്യൂണായി വരുന്നതാണ്. ഇനി നമുക്ക് പുതുതായി വന്ന തമിഴ് ചാനൽ 7S മ്യൂസിക്, ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയിലെ ചാനൽ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. 7S മ്യൂസിക് ഫ്രീക്വൻസിയും സിമ്പിൾ റേറ്റും പോളാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സെറ്റപ്പ് ബോക്സ് ഓട്ടോ സ്കാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന TP ഉപയോഗിച്ച് ചാനൽ മാനുവലായിട്ട് ട്യൂൺ ചെയ്യാവുന്നതാണ്. നല്ല സിഗ്നലുള്ള ഒരു TPയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിശേഷം കൂടി വീഡിയോയിൽ പറയാം. 38 ഡിഗ്രിയിലും 76 ഡിഗ്രിയിലും ഉണ്ടായിരുന്ന സ്പോർട്സ് HD സ്പോർട്സ് ചാനൽ നിലവിൽ പാക് സാറ്റിൽ നിന്നും 38-ൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. നിലവിൽ 76 അപ്സ്റ്റാറിൽ മാത്രമാണ് ഈ ചാനൽ ലഭിക്കുന്നത്. നമുക്ക് ഫ്രീ ആയി കാണാവുന്ന ഒരു HD സ്പോർട്സാണ്. നല്ല ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെയാണ് ഇതിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്സ്റ്റാർ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ TP ഉപയോഗിച്ച് ട്യൂൺ ചെയ്യുക. നിലവിൽ ഈ ചാനൽ 38 പാക് സാറ്റിൽ നിലവിൽ കിട്ടുന്നില്ല, ഇന്നു മുതൽ കിട്ടുന്നില്ല. അപ്സ്റ്റാർ 76 ഡിഗ്രിയിൽ മാത്രമാണ് ഈ ചാനൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.